അപ്പോൾ ഇത് കഴിഞ്ഞ ലെസൻ്റെ തുടർച്ചയാണ്. ഹാസ് ഓർ ഹാസ് ഗോട്ട്, ഹാവ് ഓർ ഹാവ് ഗോട്ട് ആൻഡ് ഹാഡ് കണ്ടിന്യൂഡ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുന്നത് അതിനുപയോഗിക്കുന്നത് ഇത് തന്നെയാണ്. ഐ ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ എനിക്കൊരു കാറുണ്ട്. ഐ ഹാവ് എ ഫീവർ. ഫീവർ പനിയാണെന്നറിയാമല്ലോ. നമ്മൾ ഇംഗ്ലീഷിൽ ഐ ഹാവ് ഫീവർ എന്ന് പറയില്ല, ഐ ഹാവ് എ ഫീവർ എന്ന് പറയില്ല. കാരണം നമ്മൾ കോമൺ ഇൽനെസ്സസ്, എ കോൾഡ്, എ കോഫ്, എ ഹെഡ് ഏക്ക്, അങ്ങനെ എ ചേർത്താണ് പറയുന്നത്. എ ചേർത്ത് ഐ ഹാവ് എ ഫീവർ. അത് മറ്റു രീതിയിൽ പറഞ്ഞാൽ ഐ ഹാവ് ഗോട്ട് എ ഫീവർ. നെഗറ്റീവ് പറഞ്ഞാൽ ഐ ഹാവ് നോ ഫീവർ, എനിക്ക് ഫീവറൊന്നുമില്ല. വേറെ നെഗറ്റീവ് പറഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് എ ഫീവർ ഇല്ല. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഡു യു ഹാവ് എ ഫീവർ ഉണ്ടോ? ഹാവ് യു ഗോട്ട് എ ഫീവർ ഉണ്ടോ? കോഫ് വെച്ചാണെങ്കിലും ഐ ഹാവ് എ കോഫ്, ഐ ഹാവ് ഗോട്ട് എ കോഫ്, ഐ ഹാവ് നോ കോഫ്, ഐ ഡോണ്ട് ഹാവ് എ കോഫ്, ഡു യു ഹാവ് എ കോഫ്, ഹാവ് യു ഗോട്ട് എ കോഫ്, അങ്ങനെ നമുക്ക് പറയാം. ഇനി നമ്മളിത് പാസ്റ്റിലേക്ക് ആക്കുകയാണെങ്കിൽ നമ്മളിതെല്ലാം ഇത് ഹാർഡാക്കി കഴിഞ്ഞാൽ അത് പാസ്റ്റായി മാറി കിട്ടും നമുക്ക്. ഐ ഹാഡ് എ ഫീവർ, എനിക്ക് പനി ഉണ്ടായിരുന്നു. ഐ ഹാഡ്, നമ്മൾ ഹാർഡ് ഉപയോഗിക്കണം, നമ്മൾ ഗോട്ട് ഫോംസ് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഉപയോഗിച്ചതെന്ന് വെച്ചാൽ തെറ്റല്ല, പക്ഷേ പൊതുവെ അങ്ങനെ കാണാറില്ല. ഐ ഹാഡ് എ ഫീവർ. നെഗറ്റീവ് പറയുമ്പോൾ ഐ ഹാഡ് നോ ഫീവർ. ഇവിടെ നമ്മൾ ഫീവർ ഇല്ലായിരുന്നു. ഇവിടെ ഡോണ്ട് ഹാവിന് പകരം നമ്മൾ ഡിഡിൻ്റ് ഹാവ് ആക്കണം. ഐ ഡിഡിൻ്റ് ഹാവ് എ ഫീവർ ഇല്ലായിരുന്നു. ഈ കിടക്കുന്ന സെൻറ്റൻസ് ഡു യു ഹാവ് എ ഫീവർ ഉണ്ടോ എന്നാണ്. അപ്പോൾ ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ നമ്മൾ ഇവിടെ ആ ഡൂൻ്റെ ഭാഗത്ത് നമ്മൾ ഡിഡ് ആക്കണം. ഡിഡ് യു ഹാവ് എ ഫീവർ. ഇനി ഉണ്ടായിരുന്നില്ലേ എന്നാണെങ്കിൽ ഡിഡിൻ്റ് യു ഹാവ് എ ഫീവർ, അല്ലെങ്കിൽ ഡിഡ് യു നോട്ട് ഹാവ് എ ഫീവർ. എപ്പോഴും നമ്മൾ ഹാവ് ആണ്. ഇപ്പോൾ നമ്മൾ ഹാസ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഹാസ് നെഗറ്റീവ് ആക്കുമ്പോൾ ഡസ് നോട്ട് ഹാവ് വരുന്നത്. അവിടെയും എൻഡ് ചെയ്യുന്നത് ഹാവിലാണ്. ഹാവ് നെഗറ്റീവ് ആക്കുമ്പോൾ ഡോണ്ട് ഹാവ് വരുന്നത്. അവിടെയും എൻഡ് ചെയ്യുന്നത് ഹാവിലാണ്. ഹാർഡ് നെഗറ്റീവ് ആക്കുമ്പോൾ ഡിഡിൻ്റ് ഹാവ് വരുന്നത്. അവിടെയും എൻഡ് ചെയ്യുന്നത് ഹാവിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഡിഡ് യു ഹാവ് എ ഫീവർ ഉണ്ടായിരുന്നോ? പനി ആയിരുന്നോ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഹാവ് യു ഗോട്ട് എ ഫീവർ നമ്മൾ പ്രസൻറ്റിൽ കാര്യം പറയുന്നതാണ്, ഫീവർ ഉണ്ട് എന്നുള്ളത്. ഇത് ഉണ്ടായിരുന്നോ എന്നുള്ളത് ഇതിന് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ഹാഡ് യു എ ഫീവർ എന്ന് എടുക്കണം. ഹാഡ് യു ഗോട്ട് എ ഫീവർ, ഹാഡ് യു ഗോട്ട് എ ഫീവർ. അപ്പോൾ ഹാഡ് യു ഗോട്ട് യൂസ് ചെയ്യുന്നത് തെറ്റല്ല, പക്ഷേ ഈ സെൻറ്റൻസ് തന്നെയും കാണാൻ സാധ്യത കുറവായിരിക്കും. കാരണം ഹാഡ് യു എ ഫീവർ എന്ന് ചോദിക്കാറില്ല, പകരം എന്താണ് ഡിഡ് യു ഹാവ് എ ഫീവർ എന്നാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഹാഡ് യു എ ഫീവർ ഓർ ഹാഡ് യു ഗോട്ട് എ ഫീവർ, ഗോട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഹാർഡ് ഫോമിൽ. ഡിഡ് യു ഹാവ് എ ഫീവർ. അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മൾ ഇനി ഇതിപ്പോൾ സബ്ജക്റ്റ് മാറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഐയുടെ ഭാഗത്ത് നമ്മൾ ഷീ വയ്ക്കുകയാണെങ്കിൽ, എന്നിട്ട് ഇത് പ്രസൻറ്റിലേക്ക് ആക്കുകയാണെങ്കിൽ ഷീ ഹാസ് എ ഫീവർ, അവൾക്ക് പനിയാണ്. ഷീ ഹാസ് ഗോട്ട് എ ഫീവർ, അവൾക്ക് പനിയാണ്. അവൾക്ക് പനിയില്ല എന്ന് നമ്മൾ ഷീ ഹാസ് നോ ഫീവർ, അവൾക്ക് പനിയില്ല. ഇനി അവിടെ അവൾക്ക് പനിയില്ല എന്നുള്ളത് നമ്മൾ മറ്റു രീതിയിൽ കൂടി പറഞ്ഞാൽ
ഡോണ്ട് ഡസിൻ്റെ ഫോമിൽ പറഞ്ഞാൽ ഷീ ഡസിൻ്റ് ഹാവ് എ ഫീവർ. അവൾക്ക് പനിയില്ല. ഇനി അവൾക്ക് പനിയുണ്ടോ എന്നൊക്കെ നമ്മൾ ഡസ് ഷീ ഹാവ് എ ഫീവർ. അവൾക്ക് പനിയുണ്ടോ? മറ്റൊരു പറഞ്ഞാൽ ഹാസ് പറഞ്ഞാൽ ഹാസ് ഷീ ഗോട്ട് എ ഫീവർ. മനസ്സിലായി കാണുമല്ലോ. ഷീ ഹാസ് എ ഫീവർ, ഷീ ഹാസ് ഗോട്ട് എ ഫീവർ, ഷീ ഹാസ് നോ ഫീവർ, ഷീ ഡസിൻ്റ് ഹാവ് എ ഫീവർ, ഡസ് ഷീ ഹാവ് എ ഫീവർ, ഹാസ് ഷീ ഗോട്ട് എ ഫീവർ. ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ ഹാസിൻ്റെ കൂടെ നമുക്ക് ടു ചേർത്ത് ഉള്ള സെൻറ്റൻസുകളുണ്ട്. അപ്പോൾ ഇതും പാസ്റ്റാക്കി കഴിഞ്ഞാൽ എന്താണ്? ഷീ ഹാഡ്, ഹാസിൻ്റെ ഭാഗത്ത് ഷീ ഹാഡ് എ ഫീവർ. പാസ്റ്റ് ഹാഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മൾ ഹാസും ഹാവും മാത്രം ഉപയോഗിക്കുമ്പോഴെന്താണ്? അത് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ സബ്ജക്റ്റ് സിംഗുലറാണോ, സിംഗുലറാണെങ്കിൽ ഹാസ് ഇടേണ്ടതായിട്ട് വരും. പ്ലൂറലാണെങ്കിൽ ഹാവ് ഉപയോഗിക്കേണ്ടി വരും. അത് നോക്കേണ്ടതുള്ളൂ. പാസ്റ്റ് എല്ലാവരും എല്ലാ സബ്ജക്റ്റുകളും ഒരേപോലെ ട്രീറ്റ് ചെയ്താൽ മതി. ഷീ ഹാഡ് എ ഫീവർ, ഷീ ഹാഡ്, അപ്പോൾ നമുക്ക് ഗോട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഷീ ഹാഡ് എ ഫീവർ, ഷീ ഹാഡ് നോ ഫീവർ, ഷീ ഡസിൻ്റ് ഹാവിൻ്റെ ഭാഗത്ത് ഷീ ഡിഡിൻ്റ് ഹാവ് എ ഫീവർ, ഫീവർ ഇല്ലായിരുന്നു. ഡസ് ഷീയുടെ ഭാഗത്ത് ഡിഡ് ഷീ ഹാവ് എ ഫീവർ, ഫീവർ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നില്ലേ എന്നാണെങ്കിൽ ഡിഡിൻ്റ് ഷീ ഹാവ് ഓർ ഡിഡ് ഷീ നോട്ട് ഹാവ്. ഹാസ് ഷീ ഗോട്ട് എ ഫീവറിൻ്റെ സ്ഥാനത്ത് ഹാഡ് ഷീ എ ഫീവർ ഓർ ഹാഡ് ഷീ ഗോട്ട് എ ഫീവർ. നമ്മൾ എപ്പോഴും നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രിഫർ ചെയ്യേണ്ടത് നമ്മൾ ഗോട്ട് ഫോംസാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഗോട്ട് ഫോംസ് അല്ലെങ്കിൽ ഡോണ്ട് ഡസിൻ്റെ ഫോമിൽ വരുന്ന ഫോംസ് നമ്മൾ പ്രിഫർ ചെയ്യുക. പിന്നെ ഹാർഡ് ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകളിൽ എന്താണ്? ഈ ഗോട്ട് അങ്ങനെ അപൂർവമായിട്ടാണ് കണ്ടുമുട്ടാറുള്ളൂ. സാധാരണ അത് ഉപയോഗിക്കാറില്ല. മാത്രമല്ല ഈ ഹാർഡ് ചേർത്ത് തന്നെ ഹാഡ് ഷീ എ ഫീവർ അങ്ങനെയൊന്നും ആരും ചോദിക്കാനും പോകുന്നില്ല. ഒന്നുകിൽ എന്താണ്? ഡിഡ് ഷീ ഹാവ് എ ഫീവർ അങ്ങനെ ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ ആ രീതിയിലാണത് ചോദിക്കുള്ളൂ. അല്ലാതെ ഹാഡ് ഷീ എ ഫീവർ എന്ന് ചോദിക്കാറില്ല. അപ്പോൾ ഈ ഇന്നത്തെ ലെസൺ ഈ ഭാഗം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി ഹാസിൻ്റെ കൂടെയും ഹാവിൻ്റെ കൂടെയും ഹാഡിൻ്റെ കൂടെയും ടു ചേർത്തുള്ള ചില യൂസേജ് നമുക്ക് നോക്കാം. നമ്മളൊരു വെർബിന് മുമ്പിൽ ടു ചേർക്കുമ്പോൾ ആ വെർബ് എന്ത് ആക്ഷനാണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുവാൻ എന്നാണ് മീനിങ് വരുന്നത്. ഐ ഹാവ് ടു ലീവ്, എനിക്ക് ലീവ് ചെയ്യേണ്ടത് ആയിട്ട് ഉണ്ട്. ഇവിടെ ലീവിൻ്റെ ഭാഗത്ത് സ്റ്റഡി ആണെങ്കിൽ ഐ ഹാവ് ടു സ്റ്റഡി എന്നാണെങ്കിൽ എനിക്ക് പഠിക്കുവാൻ ഉണ്ട് എന്നായി. അതേ സെൻറ്റൻസ് തന്നെ ഗോട്ട് ഫോമിൽ പറഞ്ഞാൽ ഐ ഹാവ് ഗോട്ട് ടു ലീവ് നൗ, എനിക്കിപ്പോൾ ലീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെഗറ്റീവ് പറഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് ടു ലീവ് നൗ, എനിക്കിപ്പോൾ ലീവ് ചെയ്യേണ്ടതായിട്ടില്ല. ഐ ഹാവിൻ്റെ ഗോട്ട് ടു ലീവ് നൗ, എനിക്കിപ്പോൾ ലീവ് ചെയ്യേണ്ടതായിട്ടില്ല. ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഡു യു ഹാവ് ടു ലീവ് നൗ, ഇപ്പോൾ ലീവ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഡോണ്ട് യു ഹാവ് ടു ലീവ് നൗ, ലീവ് ചെയ്യേണ്ടതായിട്ടില്ലേ? ഹാവ് യു ഗോട്ട് ടു ലീവ് നൗ, ലീവ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇത് ഹാവിൻ്റ് യു ഗോട്ട് ടു എന്നാണെങ്കിൽ ലീവ് ചെയ്യേണ്ടതായിട്ടില്ലേ? ഇത് സെൻറ്റൻസ് പോലെ ഡോണ്ട് യു ഹാവ് ടു പോലെ ഹാവിൻ്റ് യു ഗോട്ട് ടു. വൈ ഡു യു ഹാവ് ടു ലീവ് നൗ, ഇപ്പോൾ എന്തിനാണ് ലീവ് ചെയ്യേണ്ടതായിട്ടുള്ളത്? അത് എന്തുകൊണ്ട് ഇല്ല എന്നാണെങ്കിൽ വൈ ഡോണ്ട് യു ഹാവ് ടു ലീവ് നൗ, ഇപ്പോൾ എന്തുകൊണ്ട് ലീവ് ചെയ്യേണ്ടതായിട്ടില്ല? ഇതേ സെൻറ്റൻസുകൾ തമ്മിൽ നമ്മൾ ഈ ഹാവ് മാറ്റി ഹാർഡാക്കി കഴിഞ്ഞാൽ ഇത് ഹാർഡ് ചേർത്ത് വായിച്ച് നോക്കുക. ഐ ഹാഡ് ടു ലീവ്, അവിടെ നൗ എന്നുള്ള ഭാഗത്തെല്ലാം ഇമ്മീഡിയറ്റ്ലി ആയിട്ട് എഴുതാം നമുക്ക്. ഈ ഹാവ് നമ്മൾ ഹാർഡായിട്ട് കരുതുക. ഐ ഹാഡ് ടു ലീവ് ഇമ്മീഡിയറ്റ്ലി, എനിക്ക് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ഉടൻ തന്നെ പോകേണ്ടതുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ
ഹാഡിലേക്ക് വരുമ്പോൾ ഗോട്ട് ഫോം നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ ഐ ഹാഡ് ടു ലീവ് ഇമ്മീഡിയറ്റ്ലി, എനിക്ക് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഇതേ സെൻറ്റൻസ് തന്നെയാണെന്ത് ഇവിടെയും വരുന്ന ആ ഗോട്ട് മാറ്റിയപ്പോൾ വരുന്നത്. ഐ ഡോണ്ട് ഹാവ് ടു ലീവ് എന്നുള്ളത് എനിക്ക് പോകേണ്ടതില്ല എന്നുള്ളത് പോകേണ്ടതില്ലായിരുന്നു എന്നാക്കണമെങ്കിൽ ഐ ഡിഡൻറ്റ് ഹാവ് ടു ലീവ് ഇമ്മീഡിയറ്റ്ലി. ഇവിടെ നമ്മൾ ഐ ഹാവിൻ്റെ ഗോട്ട് ടു ലീവ് എന്നുള്ള ഫോമിൽ ആ ഗോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഐ ഹാഡിൻ്റെ ടു ലീവ് ഇമ്മീഡിയറ്റ്ലി, ഐ ഹാഡിൻ്റെ ടു ലീവ്. അപ്പോൾ നമ്മൾ ഹാഡിൽ ഗോട്ട് ഫോം ഉപയോഗിക്കുന്നില്ല. ഡു യു ഹാവ് ടു ലീവ് ഇമ്മീഡിയറ്റ്ലി എന്നുള്ളത് നമ്മൾ ഡിഡ് യു ഹാവ് ടു ലീവ് ഇമ്മീഡിയറ്റ്ലി. ഇത് ഡോണ്ട് യു ഹാവ് ടു ലീവ് നൗ എന്നുള്ളത് ഇമ്മീഡിയറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഡിഡിൻറ്റ് യു ഹാവ് ടു ലീവ് ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് പോകേണ്ടതുണ്ടായിരുന്നു. ഇവിടെ ഹാവ് യു ഗോട്ട് ടു ലീവ്, നമ്മൾ ഗോട്ട് ഫോം ഹാർഡ് ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ നമ്മൾ ഹാവിൻ്റെ ഭാഗത്ത് ഹാഡ് യു ടു ലീവ് ഇമ്മീഡിയറ്റ്ലി, ഉടൻ തന്നെ പോകേണ്ടതുണ്ടായിരുന്നു. വൈ ഡു യു ഹാവ് ടു ലീവ് നൗ എന്നുള്ളത് ഹാർഡ് ഫോമിലേക്ക് നമ്മൾ മാറ്റി അവിടെ നൗവിൻ്റെ ഭാഗത്ത് ഇമ്മീഡിയറ്റ്ലി ഇട്ടാൽ വൈ ഡിഡ് യു ഹാവ് ടു ലീവ് ഇമ്മീഡിയറ്റ്ലി, എന്താണ് പെട്ടെന്ന് പോകേണ്ടതുണ്ടായിരുന്നത്, എന്തുകൊണ്ട് പെട്ടെന്ന് പോകേണ്ടതുണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ വൈ ഡിഡിൻറ്റ് യു ഹാവ് ടു ലീവ് ഇമ്മീഡിയറ്റ്ലി, എന്തുകൊണ്ട് പെട്ടെന്ന് പോകേണ്ടതുണ്ടായിരുന്നില്ല. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ലെസണിൽ നമുക്ക് വീണ്ടും കാണാം.